എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള 3 ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാം. ഞാനിവിടെ ഒരു ചെറുതും 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള അതും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, പിന്നെ ഒരു തുണ്ട് ഇഞ്ചി, പിന്നെ 2-3 പച്ചമുളക്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ചുകൂടെ ഇട്ട് കൊടുത്തേ. മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാം. നല്ല ചുവന്ന കളറാവുന്നത് വരെ നമുക്ക് മൂപ്പിക്കാം. മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് വറുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ മസാല റെഡിയായി. നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന എല്ലാം കൂടി വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത്, തക്കാളിക്ക് 2 എണ്ണം അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ഇടാം. ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിന് ചേർക്കാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുരുമുളക്, പിന്നെ ജീരകം. ഇത് ഇത്രയും കൂടെ നമുക്ക് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഗോൾഡ് കളറാവുന്നത് വരെ വറുത്തെടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മൂത്തില്ല. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം.
ചുവന്ന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കളർ മാറട്ടെ, അതുവരെ മൂപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ, ഇതെല്ലാം കൂടി വറുത്തെടുക്കാൻ. നല്ല കളർ മാറി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. തണുക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത ശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ വേവാനായിട്ട് വച്ചിരുന്ന ഉരുളൻകിഴങ്ങ്, തക്കാളി എല്ലാം വെന്ത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കുറുകിയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കാം. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഉരുളൻകിഴങ്ങ് കറിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.